Hello everyone, welcome to Competitive Cracker. നമ്മൾ NTA നെറ്റ് ജൂൺ 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തു. പക്ഷേ നമ്മൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു PYQ സെഷൻ ചെയ്യാണ്. ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് അല്ലെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ള ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് JRF ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്രയും ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു അല്ലെ. അപ്പം എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ വെച്ചിട്ട് നമ്മൾ NTA ഒരിക്കലും അളക്കരുത്. ഞാൻ പറഞ്ഞ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ലെവൽ ഓഫ് ഈസിനെസ് നെക്സ്റ്റ് എക്സാമിന് ഉണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഡെപ്ത് ഒരു കാരണവശാലും കുറയ്ക്കരുത്. അടുത്ത ഡിസംബറിലോട്ട് വളരെ ഇന്റൻസീവ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു PYQ ഡിസ്കഷനിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഹു എമംഗ് ദ ഫോളോയിങ് was not associated with Cambridge School of Critics അല്ലെ. ലിറ്റററി തിയറി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. കാംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ക്രിട്ടിക്സിൽ കുറച്ച് ക്രിട്ടിക്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കാംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ക്രിട്ടിക്സിൽ പെടാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. FR ലീവിസ് ഉണ്ട്, QD ലീവിസ് ഉണ്ട്, വില്യം എംസൺ ഉണ്ട്, കെൻ ബർക്ക് ഉണ്ട്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് കെൻ ബർക്ക്. ഓക്കെ, ഇനി കാംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ക്രിട്ടിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഫിഗർ ആണ് IA റിച്ചാർഡ്സ്. അതും കൂടെ ചേർത്തിട്ട് ഈ ഒരു 4 ഓപ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. കാംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ക്രിട്ടിക്സ് എന്ന് പറയുമ്പോൾ ഈ 4 പേര് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, പെട്രിക് വൈറ്റ്, the Australian novelist, was a recipient of which of the following prizes? Okay, പെട്രിക് വൈറ്റ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. ഈ പേര് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ വർക്ക്സ് നോക്കാം. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏതൊക്കെ അവാർഡ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എന്താണ്? ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ 1973, പുലിസ്റ്റർ പ്രൈസ് 1965, ബുക്കർ പ്രൈസ് 1955, then നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 1973, പെർക്കിൻസ് പ്രൈസ് ഇൻ നറേറ്റീവ് 1992. ഒരുപാട് അവാർഡ്സ് ഉണ്ട്. ഒബ്വിയസ്ലി കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ ഇതിനകത്ത് ഈ ഒരു നോബൽ പ്രൈസിന്റെ കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ്, ഈ ഒരു ലിസ്റ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കുക. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ കുറച്ച് ആളുകളെ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് എന്തായാലും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ്. സോ ഓപ്ഷൻ ഡി വരുന്നത് ഒരേ ഒരു ഓപ്ഷനിലാണ്, ദാറ്റ് ഇസ് A and B. അപ്പൊ A എന്താണ്? ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ 1973. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നോബൽ പ്രൈസ് അറിയാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവാർഡ്സിന്റെ ലിസ്റ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മാഗസീൻസ് എയിംഡ് അറ്റ് ഡെപിക്റ്റിംഗ് കൺസേൺസ് ഓഫ് ഗേൾസ് ഹു എംബ്രേസ്ഡ് ദി ടെനറ്റ്സ് ഓഫ് ഗേൾ കൾച്ചർ? ഓക്കെ, കുറച്ച് മാഗസീൻസിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഗേൾ കൾച്ചർ, ദ ഗേൾഹുഡ് എംബ്രേസ് ചെയ്യുന്ന മാഗസീൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. സാസി, ബസ്റ്റ്, ബിച്ച്, ഒഫേലിയ സ്പീക്സ്, കൊളനൈസ് ദിസ്. സാസി, ബസ്റ്റ്, ബിച്ച്, ഒഫേലിയ സ്പീക്സ്, കൊളനൈസ് ദിസ്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ 3 എണ്ണം മാത്രമാണ് കേട്ടോ മാഗസീൻസ്. പക്ഷെ ഇതിനകത്ത് ഈ 2 എണ്ണം ഫെമിനിസ്റ്റ് മാഗസീൻസ് ആണ്, ഗേൾഹുഡ് മാഗസീൻസ് അല്ല. സോ സാസി, ഒഫേലിയ സ്പീക്സ് ആൻഡ് കൊളനൈസ് ദിസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഓപ്ഷൻ 2, A, E and D. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഗേൾഹുഡ് മാഗസീൻ ആണ് സാസി, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ബസ്റ്റ് ആൻഡ് ബിച്ച് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് മാഗസീൻസ് ആണ് കേട്ടോ. ഒഫീലിയ സ്പീക്സ് ഒരു ബുക്കാണ്, കൊളനൈസ് ദിസ് ഒരു ആന്തോളജി ആണ്. ഓക്കെ, AED എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക. അപ്പോ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ നിങ്ങൾ ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, which among the following does not fall in the category of morality plays? അല്ലെ, മൊറാലിറ്റി പ്ലേസ്, സെറ്റ് ഓഫ് മൊറാലിറ്റി പ്ലേസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കാസിൽ ഓഫ് പെർസെവറൻസ്, മൈൻഡ്, വിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, മാൻകൈൻഡ്, ദ സിറ്റി ഹാരസ്. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സിറ്റി ഹാരസ് ആണ്. സിറ്റി ഹാരസ് എന്താണ്? റെസ്റ്റോറേഷൻ കോമഡി ആണ്. സിറ്റി ഹാരസ് ഓർ സർ ടിമോത്തി ട്രീറ്റ് ഓൾ ആൻഡ് റെസ്റ്റോറേഷൻ കോമഡി ബൈ അഫ്രാബൻ. ഓക്കെ, അഫ്രാബന്റെ വർക്കാണ് സിറ്റി ഹാരസ്. റെസ്റ്റോറേഷൻ കോമഡിയാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്, അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി പ്രൊവൈഡ്സ്. ബിബ്ലിയോഗ്രഫി എന്താണ്? ലിസ്റ്റ് ഓഫ് ബുക്സ് അല്ലെ. ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ റെഫറൻസ് കൊടുക്കുന്നതാണ്.
പക്ഷേ ചോദ്യം എന്താണ്? അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്താണെന്നല്ല, അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? A list of all works cited or referred into the research. A list of all the works. അതാണല്ലോ നമ്മൾ ബിബ്ലിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So this option is wrong. Next, only those works that are cited in the research. Only those works that are cited in the research. അതും തെറ്റാണ്. Next, a brief summary stating importance of the work cited or referred to the research. Correct ആണ് അല്ലേ? A brief summary stating importance of the work cited. Work cited ഒരു ബ്രീഫ് സമ്മറി ആണ് നമ്മൾ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഫോർത്ത് ഓപ്ഷൻ ഒബ്വിയസ്ലി റോങ് ആണ്. 250 വേർഡഡ് അബ്സ്ട്രാക്റ്റിനെ ഒന്നും അല്ല നമ്മൾ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഇസ് സി. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. Which of the following statements are correct regarding Dalit Panthers movement? Okay, Dalit Panthers movement സംബന്ധിച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? Dalit Panthers movement was influenced by the Black Panthers movement. Okay, Dalit Panthers movement Black Panthers movement ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. That is true. Dalit Panthers is a social organization that was founded by Dr. B.R. Ambedkar. B.R. Ambedkar ആണോ ഫൗണ്ട് ചെയ്തത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. നോ, he supported the organization but he didn't found the organization. He didn't find the organization. Next, Dalit Panthers movement was led by Raja Dale, Namdeo Dasal and J.V. Power. Okay, that is also true. Then Jyotiba Phule participated actively in Dalit Panthers movement. Dalit Panthers movement was rooted in the Little Magazine movement. That is also correct. So correct answer ആയിട്ട് വരുന്നത് എന്താണ്? A, C, E. D is wrong. A, C, E എന്നുള്ള രീതിയിലാണ് ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് പാന്തർ മൂവ്മെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇത്തരത്തില് ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. ബ്ലാക്ക് പാന്തർ മൂവ്മെന്റ് അല്ലെ, കുറച്ച് ഒരു നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വളരെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത മൈനർ ഏരിയാസും നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഏരിയാസും ഒക്കെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഫർദർ അസിസ്റ്റൻസിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ അസിസ്റ്റൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിൽ ഇന്റൻസീവ് 6 months കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഡിസംബറിന് വേണ്ടിയിട്ടാണ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കൂ. Which is the correct chronological order of the works of John Milton? അല്ലെ, മിൽട്ടൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മിൽട്ടൺ, അല്ലെങ്കിൽ ഏജ് ഓഫ് മിൽട്ടൺ എന്ന് പറയുന്നത്. മിൽട്ടന്റെ കുറച്ച് വർക്ക്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് വർക്ക്സിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മിൽട്ടന്റെ വർക്ക്സിന്റെ ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ്, ലിസിഡാസ്, കോമസ്, ലാൽഗറോ. ഇയർ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പാരഡൈസ് ലോസ്റ്റ് കഴിഞ്ഞിട്ടാണ് റീഗെയിൻഡ്, ഇതെന്തായാലും ഉറപ്പാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് എന്നുള്ളത്. പക്ഷേ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും ലേറ്റസ്റ്റ് അവസാനത്തേക്ക് വരുന്ന വർക്ക്സ് ആണെന്നും കൂടെ നിങ്ങൾക്കറിയാം അല്ലെ. അതുകൊണ്ട് ഇതെന്തായാലും ലാസ്റ്റിലോട്ടേ വരുള്ളൂ. A and B ലാസ്റ്റിലോട്ടേ വരുള്ളൂ. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് വർക്ക് ആണ് ലാൽഗറോ അല്ലെ. ലാൽഗറോയിലെ പെൻസിറോ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഏർലിയസ്റ്റ് വർക്ക് ആണ്. സോ ഈ തന്നെ ആയിരിക്കും ഇൻ ദ ബിഗിനിങ് വരുന്നത്. സോ ഓപ്ഷൻ ഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇസ് എ. ഈ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഓപ്ഷൻ ആണ് ഡി അല്ലെ. ഡി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് സി, കോമസ് ലിസിഡാസ് അല്ലെ. അദ്ദേഹത്തിന്റെ മാസ്റ്ററിൽ വരുന്നതാണ്. ഏർലി വർക്ക്സ് ആണ് കോമസ് ആൻഡ് ലിസിഡാസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്വിയസ്ലി പാരഡൈസ് ലോസ്റ്റ് വരും. പാരഡൈസ് ലോസ്റ്റിന് ശേഷം പാരഡൈസ് റീഗെയിൻഡ് വരും. ഇതാണ് ക്രോണോളജി. ഓക്കെ, അപ്പൊ പാരഡൈസ് ലോസിന്റെ ഇയർ എന്താണ്? എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു ഇയർ ആണ് കേട്ടോ അത്. 1667 എന്നുള്ളത് പാരഡൈസ് ലോസിന്റെ ഇയർ ആണ്. പാരഡൈസ് ലോസിന്റെ ഇയർ മാത്രം അറിഞ്ഞാൽ പോരാ, വളരെ 12 ബുക്സിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പാരഡൈസ് ലോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. പാരഡൈസ് ലോസിന് ശേഷമാണ് അവസാനത്തെ വർക്ക് ആയിട്ടുള്ള 1671 പാരഡൈസ് റീഗെയിൻഡ് ഇറങ്ങുന്നത്. ഓക്കെ, ഫിഫ്ത്ത് വർക്ക്. ഫോർത്ത്, ഫസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞു 1631 അത് കഴിഞ്ഞിട്ട് പെൻസിറോ, ലാൽഗറോ ല പെൻസിറോ എന്ന് പറഞ്ഞ 2 വർക്ക്സ് ആണുള്ളത്. ഒരെണ്ണം 31 ഒരെണ്ണം 45 സോ ദിസ് ഇസ് എ ഫസ്റ്റ് വർക്ക്. അത് കഴിഞ്ഞിട്ട് 37 നമ്മുടെ ലിസിഡാസ് ഇറങ്ങുന്നത്. കോമസിന് ശേഷമാണ് ലിസിഡാസ് വരുന്നത്. കോമസ് 1634 അത് കഴിഞ്ഞ് 37 ലിസിഡാസ് വരുന്നത്. ഓക്കെ, സോ ഡി സി എന്നുള്ള രീതിയിലാണ് വരാം. ആൽഗറോയുടെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വർക്കാണ് ലെപെൻസിറോസോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ക്രോണോളജി സോൾവ് ചെയ്യാം.
following writers who are known for magic realism. From the following writers who are known for magical realism. Magical realism അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്? തന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ആർ കെ നാരായൺ, സൽമാൻ റുഷ്ദി, വി എസ് നായ്പോൾ, ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്, മുൽക്രാജ് ആനന്ദ്. അല്ലെ, ഒരുപാട് ഇന്ത്യൻ റൈറ്റേഴ്സും ഉണ്ട്. ഇതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മാജിക്കൽ റിയലിസം. ഒബ്വിയസ്ലി സൽമാൻ റുഷ്ദി ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് മാച്ച് ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ഫോളോയിങ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് മാച്ച് ഫോളോയിങ് വന്നിട്ടുള്ളത്. ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ട്. ടെക്സ്റ്റിന്റെ ഓതറിനെ അല്ലേ ചോദിച്ചിരിക്കുന്നത്, ക്യാരക്ടറിനെയാണ് കേട്ടോ. ടെക്സ്റ്റുകൾ തന്നിട്ട് ക്യാരക്ടറിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് ചോദ്യം. കൂലിയിലെ ക്യാരക്ടർ മുന്നോ അല്ലെ, മുൽക്രാജ് ആനന്ദിന്റെ വർക്കാണ് കൂലി, മുന്നോ. ദെൻ ദി സർപ്പന്റ് ആൻഡ് ദി റോപ്പ്. ദി സർപ്പന്റ് ആൻഡ് ദി റോപ്പ് രാജാറാവുടെ വർക്കാണ്. ഇറ്റ് ഇസ് രാമസ്വാമി, സർപ്പന്റ് ആൻഡ് ദി റോപ്പ്. ദെൻ വെയിറ്റിംഗ് ഫോർ മഹാത്മ ആർ കെ നാരായണന്റെ വർക്കാണ്. ദാറ്റ് ഇസ് ശ്രീറാം. ഷാഡോ ഫ്രം ലഡാക്ക് സത്യജിത്ത്. ഓക്കെ, ഷാഡോ ഫ്രം ലഡാക്ക് സത്യജിത്ത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഭവാനി ഭട്ടാചാര്യയുടെ വർക്കാണ് ഷാഡോ ഫ്രം ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ നിങ്ങൾ ക്യാരക്ടറും കൂടെ മനസ്സിലാക്കിയിട്ട്, അതായത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ നിങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചറും കൂടെ കവർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അമേരിക്കൻ ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ക്യാരക്ടേഴ്സും ഓതേഴ്സും ഇയേഴ്സും ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. What is the correct sequence of the following novels of Amitav Ghosh in order of their year of publication? Okay, Amitav Ghosh എന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് റൈറ്റർ ആണ്. ഫ്രീക്വന്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ക്രോണോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഹംഗ്രി ടൈ, ദ ഷാഡോ ലൈൻസ്, സീ ഓഫ് പോപ്പീസ്, ദ കൽക്കട്ട ക്രോംസോം, ദ സർക്കിൾ ഓഫ് റീസൺ. ആ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഇയർ ഒന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർക്ക് ഒബ്വിയസ്ലി ദ സർക്കിൾ ഓഫ് റീസൺ ആണ് കേട്ടോ. സോ ഈ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഇസ് ഓപ്ഷൻ 2, EBDAC എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്രോണോളജി അറ്റൻഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർഡർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇയർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓർഡറിനെ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഫ്ലോയിൽ പഠിക്കുക. അതായത് ഇന്ന പെർട്ടിക്കുലർ ഓർഡറിൽ ഏത് വർക്ക് ആദ്യം പബ്ലിഷ് ചെയ്തു ആ ഒരു പബ്ലിഷിംഗ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലായ്പ്പോഴും ഇയർ വേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി ഓതർ ഹു സ്റ്റേറ്റഡ് ദ ഫോളോയിങ് ലൈൻസ്. ദർ ഈസ് ഫസ്റ്റ് ലിറ്ററേച്ചർ ഓഫ് നോളജ് ആൻഡ് സെക്കൻഡ്ലി ലിറ്ററേച്ചർ ഓഫ് പവർ. ഓക്കെ, ദർ ഈസ് ലിറ്ററേച്ചർ ഓഫ് നോളജ്, ലിറ്ററേച്ചർ ഓഫ് നോളജ്, പിന്നെ സെക്കൻഡ് എന്താണ്, ലിറ്ററേച്ചർ ഓഫ് പവർ. ലിറ്ററേച്ചർ ഓഫ് നോളജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് പവർ. The function of the first is to teach. Literature of knowledge ന്റെ function എന്താണ്, to teach. And the function of the second, literature of power, is to move. The first is a rudder and the second is an oar or a sail. Okay. Literature of knowledge and power. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തോമസ് ഡിക്കൻസിയുടെ ആണ് കേട്ടോ. തോമസ് ഡിക്കൻസിയുടെ ലിറ്ററേച്ചർ ഓഫ് നോളജ് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് പവർ 1848 എവിടെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഇൻ നോർത്ത് ബ്രിട്ടീഷ് റിവ്യൂ ആസ് എ പാർട്ട് ഓഫ് ക്രിട്ടിക്കൽ എസ്സേ ഓൺ അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, അലക്സാണ്ടർ പോപ്പിന്റെ ക്രിട്ടിക്കൽ എസ്സേന്റെ പാർട്ടായിട്ടാണ് ഇത്തരത്തില് ഒരു എസ്സേ വരുന്നത്. 1848 നോർത്ത് ബ്രിട്ടീഷ് റിവ്യൂലാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റ് ടു ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ. ഇന്ത്യൻ ആർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒഫീഷ്യൽ ലാംഗ്വേജ് റിലേറ്റഡ് ആണ് കേട്ടോ. ഒഫീഷ്യൽ ലാംഗ്വേജ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ 343 ആൻഡ് 344 ആണ് കേട്ടോ. 343 ആൻഡ് 344, that is B and C. Next, who among the following was not associated with Yale School? Yale School. Okay, Yale School ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത, യെയിൽ അമേരിക്കൻ ക്രിറ്റിക്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ഓഡ് വൺ ഔട്ട് ആരാണ്? ഹാരോൾഡ് ബ്ലൂം, ടെറി ഈഗിൾട്ടൺ, പോൾ ഡീമൻ, യാക്വസ് ദെരീദ. അപ്പൊ ഇതിനകത്ത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ടെറി ഈഗിൾട്ടൺ. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് പേരും കൂടെ നോട്ട് ചെയ്തോളൂ. JH മില്ലർ ഉണ്ട്, ജോഫ്രി ഹാർട്ട്മാൻ ഉണ്ട്, ബാർബറ ജോൺസൺ. ഇവരെയും കൂടെ നിങ്ങൾ യേൽ സ്കൂൾ ക്രിറ്റിക്സ് പഠിക്കുമ്പോൾ ആഡ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടു നേഷൻസ് ഇസ് എ സബ് ടൈറ്റിൽ ഓഫ് ദ ടു നേഷൻസ്. മറ്റൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏത് വർക്കിന്റെ സബ് ടൈറ്റിൽ ആണ്? ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് സിറ്റീസ് ആണോ, അല്ലെങ്കിൽ ബെഞ്ചമിൻ ഡിസ്രൈലിയുടെ സിബിൽ ആണോ, ആന്റണി ട്രെലോപ്പിന്റെ ദ വാർഡൻ ആണോ, അല്ലെങ്കിൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസിന്റെ ട്രഷർ ഐലൻഡ് ആണോ? എന്താണ്? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബെഞ്ചമിൻ ഡിസ്രൈലിയുടെ സിബിലിന്റെ സബ് ടൈറ്റിൽ ആണ് ദ ടു നേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ഒരു മാസ് ഫോളോയിങ് കൂടെ ഉണ്ട്. എന്താണ്? ഒബ്ജക്ടിവിസം, പാത്തറ്റിക് ഫാലസി, സ്പ്രങ് റിതം, സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ്. ടേംസ് ആണ് അല്ലെ, കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. ഇത് കോയിൻ ചെയ്തവര് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തവരാണ് രണ്ടാമത്തെ ബോക്സിൽ തന്നിട്ടുള്ളത്. ഒബ്ജക്ടിവിസം വില്യം കാരൽ വില്യംസ് ആണ്. ദെൻ സ്പ്രങ് റിതം ഒബിയസ്ലി GM ഹോപ്കിൻസ് ആണ്, നമുക്കറിയാം. ദെൻ പാത്തറ്റിക് ഫാലസി ജോൺ റസ്കിൻ, സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ് റെയ്മോൺ വില്യംസ്. ഓക്കെ, മറ്റൊരു ഈസി മാത്സ് ഫോളോയിങ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെറ്റ് പ്രിപ്പയർ ചെയ്യണം. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും നിങ്ങൾ എക്സാമിന് വേണ്ടി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അസിസ്റ്റൻസും ഒരു പേഴ്സണൽ മെന്ററിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ 6 month ഇന്റൻസീവ് കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഡിസംബർ നെറ്റിലോട്ടുള്ള ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.